നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ചിത്തിര നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ജോലി സമ്മർദ്ദം കൂടുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. എന്നിരുന്നാലും ജോലിയിൽ നേട്ടവും വരുമാന വർധനവും ഉണ്ടാവുന്നതാണ്. മേലധികാരിയുടെ അപ്രീതി ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ശമ്പള വർധനവും പ്രൊമോഷനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും അനുകൂലമായ സ്ഥലമാറ്റം ഉണ്ടാവാനും ഒക്കെ ഈ വർഷം സാധ്യതയുണ്ട്. എന്നിരുന്നാലും തൊഴിലിടങ്ങളിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ്. ധനപരമായി നോക്കുകയാണെങ്കിൽ ധനവർധനവും ധനനേട്ടവും ഉണ്ടാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ചിലവ് വർദ്ധിക്കുന്ന സമയമാണ്. അത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കായിരിക്കും ചിലവ്, അതായത് വീട് വാങ്ങുന്നതിനോ വീടുണ്ടാക്കുന്നതിനോ അതേപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനോ വിവാഹ ആവശ്യത്തിനോ മറ്റോ ചിലവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണ നിക്ഷേപങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ലാഭവും പുരോഗതിയും ഉണ്ടാവുന്ന സമയമാണ്. എന്നിരുന്നാലും പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പങ്കാളിയുമായി തർക്കമില്ലാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധയും സുതാര്യവുമായി കൈകാര്യം ചെയ്യേണ്ട സമയം കൂടിയാണ്. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ് ആരോഗ്യപരമായിട്ട് ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നത്. വലിയ അസുഖങ്ങളൊന്നും വരുവാൻ സാധ്യതയില്ലെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള ഉദര സംബന്ധമായ രോഗങ്ങൾ പോലെയുള്ള ചില അസുഖങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ചികിത്സ നൽകേണ്ടതും ആവശ്യമാണ്. ദാമ്പത്യപരമായി പറയുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ തർക്കങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ഒരു സമ്മിശ്ര ഫലമാണ് ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നത്. വളരെയധികം ശ്രദ്ധയോടെ സംസാരിക്കേണ്ട സമയമാണ്. പരസ്പരം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദാമ്പത്യപരമായി ഇവർക്ക് ഈ സമയത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ്. ആഡംബര വസ്തുക്കൾക്ക് പണം ചിലവഴിക്കുവാനും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പണപരമായി ചിലവഴിക്കുമ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. സഹോദരന്മാർ തമ്മിൽ ചിലപ്പോൾ അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയൽപക്ക ബന്ധം അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില അവസരങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പുതുതായി വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. സന്താന യോഗവും കാണുന്നുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അശ്രദ്ധയും അലസതയും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്.
പഠിച്ചത് മറന്നു പോകുവാനൊക്കെ സാധ്യതയുണ്ട്. ഏകാഗ്രത കുറവ് ഉള്ളത് കൊണ്ട് തന്നെ മെഡിറ്റേഷനും യോഗയും ഒക്കെ പരിശീലിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ആഗ്രഹിച്ച രീതിയിൽ അഡ്മിഷൻ ലഭിക്കാനും മത്സര പരീക്ഷയിൽ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. പ്രണയനഷ്ടം ഉണ്ടാകുവാനും പ്രണയിക്കുന്നവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനും തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ സമയമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇവർക്ക് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും പദവിയും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയവും ക്ഷേത്ര ദർശനം നടത്തേണ്ട സമയം കൂടിയാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം എള്ളുതിരി എന്നിവ വഴിപാട് ചെയ്യുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും തുളസിമാല അർച്ചന നടത്തുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്താൽ ദോഷഫലങ്ങൾ ഈ വർഷം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും.